സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ നിസ്തുല്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ലഭിച്ച ഈ വിലയേറിയ ഭാഗ്യാവസരത്തെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. നമുക്കറിയാം, ലോകത്ത് അനേകർ പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഞാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു പോകുന്നതായും അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാത്തതായും അല്ലെങ്കിൽ ഒരു പകുതി വെച്ച് അവർ ആ അവകാശവാദങ്ങളെ വിജയിപ്പിക്കുവാൻ സാധിക്കാത്ത നിലയിൽ നിരാശരായി തീരുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദങ്ങളൊക്കെ പരിശോധിച്ചാൽ അവരുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന 3 ആശയങ്ങൾ, വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊരു വാക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിലെ ഒരു വരി ഇങ്ങനെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അസത്തോമ സദ്ഗമയ എന്ന് പറയുന്നൊരു വാക്കാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്നതാണ് പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. ഞാൻ തന്നെയാണ് സത്യം എന്ന് യേശു ക്രിസ്തു ഒരു അവകാശവാദം ഉന്നയിച്ചു. അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവൻ്റെ ആ പ്രാർത്ഥനയിൽ വേറൊരു വരിയാണ്, തമസോമ ജ്യോതിർഗമയ, ഞങ്ങളെല്ലാവരും ഇരുട്ടിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തു വീണ്ടും ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ തന്നെയാണ് ആബ്സല്യൂട്ട് ലൈറ്റ് എന്നാണ്, ഞാനാണ് വെളിച്ചം, തികഞ്ഞ വെളിച്ചം ഞാൻ തന്നെയാണ് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അവരുടെ പ്രാർത്ഥനയുടെ 3-ാമത്തെ ഒരു വരിയുണ്ട്, മൃത്യോമ അമൃതം ഗമയ എന്നാണ്. ഞങ്ങളെല്ലാവരും മരണത്തിന് കീഴിലാണ്, ഞങ്ങളെ മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമേ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നാണ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ഒരു അവകാശവാദം പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം ഞാൻ പറയുന്നത് ബൈബിൾ അന്വേഷിച്ചാൽ ബൈബിളിനകത്ത് അതിൻ്റെ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. സത്യം വേണോ ബൈബിളിലേക്ക് തിരിയാൻ വേണ്ടി പറയും. വെളിച്ചമാണോ നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ബൈബിളിലേക്ക് വരിക, യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം എന്ന് പറയുന്നു. മാത്രമല്ല, നിങ്ങൾ അമർത്യമായിരിക്കുന്ന അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ബൈബിളിലേക്ക് വരിക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ ജീവനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ഈ അവകാശവാദങ്ങൾ യേശു ക്രിസ്തുവാണ് വെറുതെ പറയുകയല്ല, അത് തൻ്റെ ജീവിതത്തിൽ കാണിക്കുകയും അത് ഉറപ്പിക്കുകയും അത് കൃത്യമായി അത് പാലിക്കുകയും ചെയ്തതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ ഒത്തിരി അവകാശവാദങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ വാതിൽ, ഞാൻ തന്നെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞ പോലെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു അവകാശവാദവും അതിൻ്റെ 3 തലങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഇടയനാകുന്നു എന്ന്. അപ്പോൾ യേശു ക്രിസ്തു ഇടയൻ എന്ന നിലയിൽ 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഇടയനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയട്ടെ എന്ന് ഞാൻ ഈ പ്രസംഗത്തിലൂടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നോക്കൂ, മനുഷ്യരെക്കുറിച്ച് പൊതുവിൽ പറയുന്നത് മനുഷ്യരെല്ലാവരും തെറ്റിപ്പോയ ആടുകളെ പോലെ എന്നാണ്. 1 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ പറയുന്നത്, നിങ്ങൾ മുമ്പേ തെറ്റിപ്പോയ ആൾക്കാരാണ്, ആടുകളെപ്പോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവും മനുഷ്യരൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ചിന്നിയവരും കുഴഞ്ഞവരുമായി ഇടയനില്ലാത്ത ആടുകളെപ്പോലെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യ സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഈ യഥാർത്ഥ ഇടയനെ അറിയാതെ, സത്യ ഇടയനെ അറിയാതെ നമ്മളെല്ലാവരും ചിന്നിയവരും കൊഴിഞ്ഞവരുമായി, അതെ, നമ്മളെല്ലാവരും ഇങ്ങനെ ഒലഴിഞ്ഞ് നടന്ന് അങ്ങനെ നടക്കുകയാണ്. ആരാണ് നല്ല ഇടയൻ? പലരും വന്നു, ഞാൻ നല്ല ഇടയനാണ് അല്ലെങ്കിൽ ഇടയനാണെന്നൊക്കെ വന്നു പറഞ്ഞു. പക്ഷെ അവരാരും അവരാ അവകാശവാദത്തിനൊത്തവണ്ണം ജീവിച്ചില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഇടയനാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട, അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഇടയനെ സംബന്ധിച്ച് ചില വസ്തുക്കൾ ഞാൻ പറയട്ടെ. നമുക്കറിയാം, ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇടയൻ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം 23-ാമത്തെ അധ്യായവും അതുപോലെ തന്നെ സെക്കര്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സെക്കര്യാവ് 10-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഒരു ഇടയൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിതെല്ലാം ചേർത്ത് പറയാം. അതായത്, ഒരു ഇടയൻ നയിക്കുന്നവനാണ്, ഒരു ഇടയൻ പരിപാലിക്കുന്നവനാണ്, ഒരു ഇടയൻ ആഹാരം കൊടുക്കുന്നവനാണ്, ഒരു ഇടയൻ വളരെ സൂക്ഷിക്കുന്നവനാണ്. മാത്രമല്ല, ഇടയനെ കുറിച്ച് പറയുന്നത് കാണാതെ പോയതിനെ നോക്കുന്നവനാണ്, ചിതറിപ്പോയവരെ അന്വേഷിക്കുന്നതാണ്, മുറിവേറ്റവനെ പൊറുപ്പിക്കുന്നതാണ്, ദീനമില്ലാത്തവനെ പോറ്റുന്ന നയിക്കുന്നവനാണ് ഇടയൻ എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ യേശു ക്രിസ്തു ഒരു ഇടയൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇടയൻ എന്ന നിലയിൽ 3 വിവക്ഷകൾ ഞാൻ പറയാം. ഒന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു നല്ല ഇടയനാണ്. യേശു ക്രിസ്തു നല്ല ഇടയനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞു.
നല്ല ഇടയൻ എന്ന് വന്നിട്ട് ഒരു പ്രസ്താവന അങ്ങനെ പ്രസ്താവിക്കുകയല്ല, ആ നല്ല ഇടയൻ എന്ത് ചെയ്യും അതുകൂടെ പറഞ്ഞു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. നോക്കൂ, യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ആടുകളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ജീവനെ കൊടുക്കുന്നത്. ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹമില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ മനുഷ്യരെ സ്നേഹിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വളരെ നിസ്തുല്യമായ ഒരു പ്രസ്താവനയാണ് പ്രസ്താവിച്ചത്. ഞാൻ നല്ല ഇടയനാണ്. ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറയാൻ സാധിക്കുകയില്ല. മുമ്പേ വന്നവരെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞതാണ്, അവർ അറുപ്പാനും മോഷ്ടിപ്പാനും മാത്രമേ വന്നുള്ളൂ. ഞാൻ വന്നതോ അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിരിക്കുന്ന ജീവൻ ഉണ്ടാകുവാൻ. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ജീവനെ തന്നെ വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായിട്ടാണ് കർത്താവ് വന്നതെങ്കിൽ ഞാൻ പറയും, യേശു ക്രിസ്തു നല്ല ഇടയനാണ്. എന്നെ നിങ്ങളെയും തേടി വന്ന നല്ല ഇടയൻ, എന്നെ നിങ്ങളെയും അന്വേഷിച്ചു വന്ന ഇടയൻ. ഞാൻ നിങ്ങൾ തെറ്റിപ്പോയപ്പോൾ, പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് വിട്ട് അകന്നു പോയപ്പോൾ എന്നെ നിങ്ങളെയും തേടി വന്ന് നമ്മൾ ചേർത്ത് പിടിച്ച്, എൻ്റെ കുഞ്ഞാടെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ എൻ്റെ പ്രിയ എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ തോളെടുത്ത് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് നമ്മുടെ ജീവനെ രക്ഷിച്ചവനാണ് നമ്മുടെ യേശു ക്രിസ്തു. എങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, 100 ആടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ 100 ആടുകളെ മേയിച്ചു വരുമ്പോൾ ഒരു ആട് നഷ്ടമായി എന്നാണ്. അപ്പോൾ നല്ല ഇടയനാണ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, 99 ഒരു സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്താക്കി വെച്ച് ആ ഒന്നിനെ അന്വേഷിച്ച് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, 99 ആണോ വലുത് 1 ആണോ വലുതെന്ന് ചോദിക്കും. ഞാൻ പറയും, 1 ഉണ്ടെങ്കിൽ മാത്രമേ 99 ഉള്ളൂ എന്ന് പറയും. നമ്മൾ ചന്തയിൽ ഒരു തേങ്ങ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ 100 തേങ്ങ നമ്മൾ കൊണ്ടുവയ്ക്കുള്ളൂ. ഒരു തേങ്ങ വിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ 99 അല്ലെങ്കിൽ 100 തേങ്ങ നമ്മൾ ചന്തയിൽ ഒരിക്കലും കൊണ്ടുവയ്ക്കില്ല എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തു ഒന്നിന് വളരെ വില കൊടുക്കുന്നവനാണ്. എന്നെ നിങ്ങളെ തേടി വന്ന, എന്നെ നിങ്ങളെയും അന്വേഷിച്ചു വന്ന ആ നല്ല ഇടയനെ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഈ ലോകത്തിൽ ആരും, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടി? പക്ഷേ നിങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ മരിച്ച നല്ല ഇടയനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നല്ല ഇടയനാണ് ഞാൻ. നല്ല ഇടയനാണെങ്കിൽ ജീവനെ തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നു. ബൈബിളിൽ തന്നെ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇടയന് വേണ്ടി മരിക്കുന്ന ആടുകളെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ ആടിനെ കൊണ്ടുവരുന്നു, ആടിൻ്റെ തലമേൽ മഹാപുരോഹിതൻ കൈവയ്ക്കുന്നു, അങ്ങനെ അതിനെ പറഞ്ഞയക്കുന്നു, ആ ആടിനെ മരുഭൂമിയിലേക്ക് വിടുന്നു. ആ ആടിനെ സംബന്ധിച്ച് മരുഭൂമിയിൽ മരണം മാത്രമാണ് മുമ്പിലുള്ളത്. വന്യമൃഗങ്ങളും മറ്റും അത് അവന് ജീവനെടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അത് മരിച്ചു പോകും. അതാണ് ആടിനെ സംബന്ധിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ആടുകൾക്ക് വേണ്ടി മരിക്കുന്ന ഇടയൻ, അതാണ് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ആടുകൾക്ക് വേണ്ടി മരിച്ച, ആടുകളെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മരിച്ച നല്ല ഇടയനാണ് യേശു ക്രിസ്തുവെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയ ആടുകളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും തേടി വന്ന ഈ യേശു ക്രിസ്തു നല്ല ഇടയനാണ്. രണ്ടാമത് ഈ ഇടയൻ എന്ന നിലയിൽ പറയുമ്പോൾ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു വലിയ ഇടയനാണെന്നാണ്. യേശു ക്രിസ്തു വലിയ ഇടയൻ. നമുക്ക് എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം എന്നാണ്. അവിടെയും കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു വലിയ ഇടയനാണെന്നാണ്. എന്താ വലിയ ഇടയൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ തന്നെ പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയെന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മരണത്തെ ജയിച്ച് മരണത്തെ തോൽപ്പിച്ചവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ വലിയ ഇടയനാണ്, അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയനായതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ ജീവനെ വെച്ചുവെങ്കിൽ ആ ആടുകളെ രക്ഷിക്കുവാനും പോറ്റുവാനും വേണ്ടി, അവരെ കൈവിടാതെ നിർത്തുവാൻ വേണ്ടി യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പറഞ്ഞു, അവൻ വലിയ ഇടയനാണെന്ന് പറഞ്ഞു. ഹീസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഇടയനാണ്. വലിയ ഇടയനാണെന്നൊരു തെളിവെന്താണ്? അവൻ മരണത്തെ തോൽപ്പിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്മേൽ അധികാരം, അതെ,
അത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്നാണ് പറഞ്ഞത്. അത് മരണത്തിന് സാധിച്ചില്ല യേശു ക്രിസ്തുവിനെ പിടിച്ചു വെക്കാനായിട്ട്. യേശു ക്രിസ്തു സകലത്തെയും തോൽപ്പിച്ച് മരണത്തിന്മേൽ വിജയം കൊണ്ടു. അതുകൊണ്ട് പറഞ്ഞു യേശു ക്രിസ്തു വലിയ ഇടയനാണെന്ന് പറഞ്ഞു. ഹീസ് വലിയ വലിയ ഇടയനാണ് യേശു ക്രിസ്തു. കാരണം മരണത്തെ തോൽപ്പിച്ചവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചരിത്രത്തിൽ എല്ലാവരും മരണത്തിന് മുമ്പിൽ മുട്ടുമടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും മരണത്തിന് മുമ്പിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ. എല്ലാവരും നിഷ്ഫലമാരായിട്ടേ ഉള്ളൂ. മരണം പലരെയും പേടിപ്പിച്ചിട്ടേ ഉള്ളൂ. മരണം പലരെയും സ്തംഭിപ്പിച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ് മരണത്തിന്മേൽ വിജയം കൊണ്ട് മരണത്തിന്മേൽ ജയം പ്രാപിച്ച് വന്നത്. അതുകൊണ്ട് പറഞ്ഞു യേശു ക്രിസ്തു വലിയ ഇടയനാണ്. മരണത്തെക്കുറിച്ച് പേടിയല്ല നമുക്ക് പലപ്പോഴും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന്മേൽ വിജയം കണ്ടെത്തിയ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറയാം, യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക. അവൻ നല്ല ഇടയനാണ്, നിങ്ങൾക്ക് ജീവനെ തന്നു. അവൻ വലിയ ഇടയനാണ്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും മരണത്തെ ജയിക്കുവാനായിട്ട് സാധിക്കും. മരണത്തിന്മേൽ നമുക്കും വിജയിക്കാനായിട്ട് സാധിക്കും. നമുക്കും ഈ യേശു ക്രിസ്തുവിനോടുകൂടി ചേർന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് വലിയ ഇടയനാണ്. മൂന്നാമത് ഇടയൻ എന്ന നിലയിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, കർത്താവിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത് യേശു ക്രിസ്തു ഇടയ ശ്രേഷ്ഠനാണ്. നോക്കൂ, 1 പത്രോസ് 5:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 1 പത്രോസ് 5:4. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നതാണ്. ഇടയ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മൂന്നാമത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. വലിയ ഇടയൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ആടുകൾക്ക് പ്രത്യാശ കൊടുത്തു. മൂന്നാമത്, ഈ ശ്രേഷ്ഠ ഇടയൻ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തു എങ്ങനെ ശ്രേഷ്ഠ ഇടയനാകുന്നത് ചോദിച്ചാൽ, അവൻ വീണ്ടും വരുമ്പോൾ എന്നാണ്. നമ്മളിവിടെ എന്താ വായിച്ചത്? എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. അതാണ് ലോക ചരിത്രത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് അവിടെയാണ്. പലരും നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ്. അനേകർ വിചാരിക്കുന്നത് എന്താണ്? ഈ ലോകത്തോടു കൂടെ എല്ലാം കഴിഞ്ഞതാണ്. അല്ല, ആ ദൈവവചനം പറഞ്ഞു ഈ ലോകം തീക്കായി സൂക്ഷിക്കുന്നു എന്നാണ്. പണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനടുത്ത് പറഞ്ഞു ഈ ഭൂമി എങ്ങനെ കത്തുക? അതൊക്കെ മണ്ടത്തരമല്ലേ? ദൈവം ഭൂമിയെ തീക്കായി സൂക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഞാൻ പറയാം, ഇന്ന് ഗ്യാസ് പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. ഇന്ന് ഇലക്ട്രിസിറ്റിയുടെ എല്ലാം പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് ഭൂമിക്കടിയിലാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഭൂമി കത്താൻ ഒരു ചെറിയൊരു സ്ഫോടനം മതി, ഭൂമി കത്തും. കാരണം ഭൂമി കത്തുവാൻ തക്കവണ്ണം ലോകം എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞു, തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ വീണ്ടും ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരും. അവൻ ശ്രേഷ്ഠ ഇടയനാണ്. തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ അവൻ വീണ്ടും താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തു വീണ്ടും രണ്ടാമത് വരും. അതാണ് യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയനാക്കി തീർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ പറയുന്നത്, ഈ ലോകത്തോടു കൂടെ തീരുന്നതല്ല നമ്മുടെ ജീവിതം, ഈ ലോകത്തോടു കൂടെ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതാണ്. ഇന്ന് ഇസ്രായേലും തമ്മിലുള്ള യുദ്ധങ്ങൾ, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ വ്യാധികൾ, കേൾക്കാത്ത രോഗങ്ങൾ, ക്ഷാമങ്ങൾ, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകുവാൻ ദൈവം ഭൂമിയെ ഒരുക്കുന്നു. ദൈവം ഭൂമിയെ ഒരുക്കി കഴിഞ്ഞാൽ ഈ ഇടയ ശ്രേഷ്ഠൻ വരും. ആ തന്നിൽ വിശ്വസിക്കുന്നവരെ ചെറുപ്പാൻ അവൻ വന്ന് ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഈ നല്ല ഇടയനെ, വലിയ ഇടയനെ, ശ്രേഷ്ഠ ഇടയനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നല്ല ഇടയൻ എന്താ ചെയ്തത്? നിങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ തന്നെ 1 പത്രോസ് 1:18-19 നമ്മൾ വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എന്നാണ് പറയുന്നത്. തൻ്റെ രക്തം തന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനെ തന്നു എന്നാണ്. പണ്ട് ബയോളജി സയൻസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ബ്ലഡ് ഈസ് ദ സീറ്റ് ഓഫ് സോൾ എന്നാണ്. ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് രക്തം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു രക്തം തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു തൻ്റെ ജീവനെ തന്നു എന്നാണ്. അത് ആർക്ക് വേണ്ടിയാണ്? തെറ്റിപ്പോയ ആളുകൾക്ക് വേണ്ടിയാണ്. ദൈവത്തിങ്കിൽ നിന്ന് തെറ്റി നല്ല ഇടയനെ അറിയാതെ അനേകരുടെ പുറകിൽ നമ്മൾ പോയില്ലേ? എന്നാൽ ഇതാ നല്ല ഇടയൻ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നത് തൻ്റെ ജീവനെ തന്നുകൊണ്ടാണ്.
ആ നല്ല ഇടയനെ നിങ്ങൾ വിശ്വസിക്കുക. ആ നല്ല ഇടയൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ വലിയ ഇടയനാണ്. കാരണം മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റു. താൻ ഇന്നും ജയാളിയായി, അത് എല്ലാ അധികാരം പ്രാപിച്ചവനായി. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? സകലത്തിന്മേൽ അധികാരം പ്രാപിച്ചു, മരണത്തെ തോൽപ്പിച്ച വലിയ ഇടയൻ. മാത്രമല്ല, തന്നിൽ വിശ്വാസം അർപ്പിച്ചവരെ വീണ്ടും ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരുന്നു. അതാണ് താൻ ശ്രേഷ്ഠ ഇടയനായിത്തീരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ലോകം യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യവർഷം തളർക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇനി അധികം സമയമില്ല. ഇനി നാളെ ആവട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ബൈബിൾ പറഞ്ഞു, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു സുപ്രധാന കാലം. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ അജഗണത്തിൽ ചേരുവാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. ഈ നല്ല ഇടയനെ അറിയുക, വലിയ ഇടയനെ അറിയുക, ശ്രേഷ്ഠ ഇടയൻ്റെ വക്താവായി തീരുക എന്ന് ഞാൻ പറയും. ഈ നല്ല ഇടയൻ്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിയട്ടെ. വലിയ ഇടയൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. ഈ ശ്രേഷ്ഠ ഇടയൻ വീണ്ടും വരും എന്നുള്ളത് നമ്മുടെ വലിയൊരു ആശയാണ്. അവൻ വരും. അവൻ താൻ വാഗ്ദത്തം ചെയ്തതുപോലെ എല്ലാം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നാണ്. എന്നുവെച്ചാൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ എല്ലാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം നിവൃത്തിയായി. ഇനി നിവൃത്തിയാകാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവണമുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, നിങ്ങൾ സുവിശേഷം കേൾക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വക്താവായി തീരുക. കാരണം ഇന്ന് കാണുന്ന ലോകം അത് നശിക്കാൻ സമയമായി, ഇന്ന് കാണുന്നതെല്ലാം തീരാൻ സമയമായി. എന്നാൽ യേശുക്രിസ്തു വരുമ്പോൾ ആ വരവെങ്കിൽ നിങ്ങളും എടുക്കപ്പെടുവാൻ, നിങ്ങളും അവനോട് കൂടി ചേരുവാൻ, അവൻ്റെ ജനമായി, അവൻ്റെ ആളായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം ഇപ്പോഴും എപ്പോഴും മഹത്വപ്പെടുമാറാവട്ടെ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായിരിക്കുന്ന ചില പ്രസ്താവനകളാണ് നമ്മൾ കേട്ടത്. യേശുക്രിസ്തു സത്യദൈവമാണ്, അവൻ വെളിച്ചമാണ്, അവൻ ജീവനും അതേ പുനരുദ്ധാനവുമാണ് എന്നുള്ളതായിരിക്കുന്ന വിലയേറിയ സത്യങ്ങളാണ് നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. യേശുക്രിസ്തു പുനരുദ്ധാനമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതേ മരണശേഷം ഒരു ഉയർപ്പുണ്ട്. യേശുക്രിസ്തു സത്യ ദൈവമാണ്. യേശുക്രിസ്തുവിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നവർക്ക് സത്യദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു അതേ വെളിച്ചമാണ്, ജീവൻ്റെ വെളിച്ചമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ അന്ധകാരമായിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് അതേ വെളിച്ചത്തിലേക്ക്, അത്ഭുതമായിരിക്കുന്ന പ്രകാശത്തിലേക്ക് ജീവിതങ്ങൾ മാറി വരുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയാണ് അവൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണ്? അതേ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ
മരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് വെറുമൊരു മരണമല്ല, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാപപരിഹാര ബലിയായിരുന്നു എന്നുള്ളതാണ്. ഈ പാപപരിഹാര ബലിയിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ പാപങ്ങളെയാണ് കർത്താവ് ഏറ്റെടുത്തത്, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിച്ച് ഈ കർത്താവിൽ വിശ്വസിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നാം വിശ്വസിക്കുന്ന നിമിഷത്തിൽ നാം ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുവാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കം, ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വരും. നമ്മൾ അതേ പുതിയ സൃഷ്ടിയായി തീരും. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിലയേറിയ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തങ്ങളാണ്. അതിന് പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത് എത്രമാത്രം കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ വിശ്വസിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് നല്ല ഇടയനായിരിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവമാണ്. ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ, സ്വന്തം പ്രാണനെ വെച്ച് നൽകിയ ഞങ്ങളുടെ കർത്താവിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ആ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നിത്യജീവനുണ്ട്. അതെ, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ഭവനത്തിൽ അംഗങ്ങളായി തീരുവാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഈ വചനം കേട്ട ഓരോ ജീവിതങ്ങളോടും കർത്താവ് സംസാരിക്കണമേ, അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ, രക്ഷകനായി നാഥനായി അംഗീകരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി